ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ കരിയോല ഒഴിച്ചതേ, നിങ്ങളിപ്പോ കൈരളിയുടെ ആൾക്കാർ വന്ന് കരിയോല ഒഴിച്ചല്ലോ. ഞങ്ങൾക്ക് കരിയോല ഒഴിക്കണമെങ്കിൽ കേരളത്തിലെ 140 MLA-മാരുടെ ഓഫീസിലും കരിയോല ഒഴിക്കാം. കേരളത്തിലെ 20 ലോക്സഭാ അംഗങ്ങളുടെയും 9 രാജ്യസഭാ അംഗങ്ങളുടെയും ഓഫീസിലും കരിയോല ഒഴിക്കാൻ കഴിയുന്ന അത്രയും ശക്തമായിട്ടുള്ള പാർട്ടിയാണ് BJP. ഇത് കരിയോല ഒഴിച്ച് BJP-യെ തകർക്കാം, സുരേഷ് ഗോപിയെ തകർക്കാം. ഞാൻ ഒരു കാര്യം അല്ലല്ലോ, ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വലിയ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം ഇന്നലെ ഉണ്ടായി. ഒരു ജില്ലാ പ്രസിഡന്റ് തലയ്ക്ക് പുറകിൽ നടിക്കുകയാണ്. നിങ്ങൾക്ക് അതൊരു വാർത്തയല്ല. നിങ്ങൾ ഈ UDF-ന്റെയും LDF-ന്റെയും പ്രചാരണങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഏറ്റുപിടിക്കുന്നത്? ചേട്ടൻ TV കണ്ടില്ലെന്ന് തോന്നുന്നു, വാർത്തക്കാരായിട്ട് വന്നിട്ട്. അല്ല, വാർത്ത കൊടുത്തതിന് അതല്ല, വാർത്ത വന്നു, അത് ലൈവ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതൊരു വലിയ മനുഷ്യാവകാശ ലംഘനമാണ്. ഒരാളുടെ ബാക്കിൽ തലക്കടിക്കാൻ. അല്ല, ചോദിച്ചതിനെല്ലാം സുരേഷ് ഗോപിയോട് നിങ്ങൾ ചോദിക്കണം. എന്തിനാ ആ പരാതി പരിഗണിച്ച് പോലീസ് കേസെടുക്കട്ടെ? സുരേഷ് ഗോപിയെ ഒരു പെൺകുട്ടിയെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തല്ലേ? നിങ്ങൾ പറയട്ടെ കേൾക്കട്ടെ, ഏത് കേസിനെ ഞങ്ങൾ ഭയപ്പെട്ടിട്ടുള്ളത്? സുരേഷ് ഗോപി കോടതിയിൽ ഹാജരായില്ലേ? സുരേഷ് ഗോപി പോലീസ് സ്റ്റേഷൻ ചോദ്യം ചെയ്യാൻ പോയിട്ടില്ലേ? കൈരളിയുടെ ഉദ്ദേശം അതിന്റെ ആവശ്യമില്ലല്ലോ. പാർട്ടി ആ കാര്യം കൈകാര്യം ചെയ്തല്ലോ. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഛത്തീസ്ഗഡിൽ പോയി അവരെ ഇറക്കി കൊണ്ടുവന്നു. പിന്നെ സുരേഷ് ഗോപി എന്തിനാണ് അതിന്റെ ആവശ്യമില്ല. അതിരൂപതയ്ക്ക് കാര്യമൊക്കെ ബോധ്യം. അതിരൂപതയ്ക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ കുഴപ്പമുണ്ടാകാതെ ക്രിസ്മസിനൊക്കെ ഇനിയും പോകട്ടെ. നിങ്ങൾക്ക് ഞങ്ങൾ ഇനിയും പോവും, ക്രിസ്മസിനും പോവും. ഒന്നുകൂടി ഞാൻ പറയാം, 2029 മാത്രമല്ല 2034 സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും വോട്ട് ചേർക്കും. വലിയ ഭൂരിപക്ഷത്തിൽ, ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. നിങ്ങൾ നോക്കാം, 2029 ഉണ്ടാവും, 2034 സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും വോട്ട് ചേർക്കും, ഇനിയും ജയിക്കും. കൂറുനലികൾ ഓലിയിടുക. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവും. ആവശ്യത്തിന് വിട്ടും. പാർട്ടിയല്ലല്ലേ, പാർട്ടി പറയേണ്ട കാര്യങ്ങൾ പാർട്ടി പറയും. അതിനാണല്ലോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. അത് സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾ പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് ഏത് സംശയവും ചോദിക്കാം, മറുപടി അതൊക്കെ ആവശ്യമുള്ളപ്പോ അദ്ദേഹം വിളിക്കും. ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട്, ഒറ്റ കാര്യം ഞാൻ പറയാം നിങ്ങളോട്. സുരേഷ് ഗോപിക്കെതിരെ നിങ്ങൾ എന്തെല്ലാം UDF-ഉം LDF-ഉം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, ബൂമറാങ് പോലെ അതൊക്കെ തിരിച്ചടിക്കാം. ഇതും ഞാൻ പറയുന്നു, സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ ജനപിന്തുണ വർദ്ധിക്കാൻ മാത്രമേ ഈ ആരോപണങ്ങൾ ഉപകാരമായിട്ടുള്ളൂ എന്റെ വ്യക്തിപരമായ അഭിപ്രായം. വീണ്ടും ചോദിക്കുകയാണ്, ആ സ്ത്രീക്കെതിരെ ഒരു പരാതി ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് പരാതി കൊടുത്ത പ്രതിഷേധ മാർച്ചില് സുരേഷ് ഗോപി പങ്കെടുക്കുന്നില്ല. അദ്ദേഹത്തിന് പങ്കെടുക്കും, മന്ത്രിയല്ല, MP ആണ്. അപ്പൊ BJP പാർട്ടിയാണല്ലോ അദ്ദേഹത്തെ വിജയിപ്പിച്ചു. കൈരളി ഞങ്ങൾ നന്നാക്കാൻ വരണം. കൈരളി മാത്രമല്ല, എല്ലാവർക്കും ചോദ്യമാണ്. വിജയത്തിന്റെ ഭാഗമായി നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് കാരണമായ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ വോട്ട് കള്ളത്തരം നടന്നുവല്ലോ എന്ന ചോദ്യത്തിന് മാത്രം അന്നത്തെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ മറുപടി പറയുന്നില്ല. വേറെ എന്തൊക്കെയോ സംഗതികൾ അദ്ദേഹം പറയുന്നുമുണ്ട്.